ഹലോ ഫ്രണ്ട്സ്, ഷെഫ് പിള്ളയുടെ പ്രശസ്തമായ ആ ഫിഷ് നിർവ്വാണമുണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എൻ്റേതായ രീതിയിൽ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുവാണേ. ആദ്യം തന്നെ ഞാനിവിടെ 3 അയലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വരയൊക്കെ അതിങ്ങനെ വരച്ച് നന്നായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനായി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി എടുക്കണം. അതൊരു 3/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ 3 അയിലയ്ക്കും വേണ്ട ഉപ്പാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിക്കുവാണ്. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീൻ എടുത്ത് വെച്ച് അതിലേക്ക് നന്നായിട്ട് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം. സാധാരണ നമ്മൾ മീൻ വറുക്കാൻ ചെയ്യുന്ന പോലെ തന്നെ. അങ്ങനെ മസാലയൊക്കെ തേച്ച മീൻ ഞാനിവിടെ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുവാണേ. ഇനി ഇത് വറുക്കാനായി ഞാനൊരു പാൻ അടുപ്പത്തിൽ വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഈ മീൻ ഓരോന്നായിട്ട് നമ്മൾ പെറുക്കി വയ്ക്കുവാണ്. ഇത് നമുക്കിനി സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ വറുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വറുക്കാം. പക്ഷേ ഒരു പകുതി വേവ് വരെ മതി. കാരണം ഇനി നമുക്കിത് ഒന്നുകൂടി വേവിക്കാനുള്ളതാണ്. അപ്പോൾ പകുതി വേവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഈ ഫിഷ് നിർവ്വാണം ചെയ്യുന്നതിനായിട്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നന്നായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുളിക്കായിട്ട് എൻ്റെ കയ്യിൽ മാങ്ങയൊന്നും ഇല്ലാതിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണല്ലോ. അപ്പോൾ ഇത് കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു വാഴയില ഇതേപോലെ ഇറക്കി വയ്ക്കുവാണ്. എന്നിട്ട് ആദ്യം അതിലേക്ക് കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് ഞാൻ വെച്ചത്. പിന്നെ അതിലേക്ക് ആ വറുത്ത് വെച്ചിരുന്ന പകുതി വേവോളം വറുത്ത് വെച്ചിരുന്ന ആ മീൻ പതുക്കെ ഉടയാതെ അതിലേക്ക് വയ്ക്കുകയാണ്. ഈ വാഴയിലയിൽ നമ്മൾ ആ കറിവേപ്പിലയും കൂടി ഇട്ടു, എണ്ണയും ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ മീൻ എടുത്ത് വെച്ചത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളക് കീറി വെച്ചിരുന്നതും ആദ്യം അതിലേക്ക് വെതറി, പിന്നെ അതിൻ്റെ മുകളിലേക്ക് തക്കാളി കൂടി നമ്മളിതാ ഇങ്ങനെ മുറിച്ച് വട്ടത്തിൽ മുറിച്ച് നിരത്തി വെക്കുവാണ്. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. ആ തേങ്ങാപ്പാലിൽ ഈ മീൻ മുങ്ങിക്കിടന്നാണ് ഇനി നമുക്ക് വെന്ത് കിട്ടേണ്ടത്. ആ രീതിയിൽ നല്ല രീതിയിൽ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ചൂടുള്ള ചട്ടിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേ തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് തൂവി കൊടുക്കാം. എനിക്ക് തോന്നി ആ മീനിൽ ഞാൻ ഇട്ട ഉപ്പ് ശകലം കൂടുതലാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും പിന്നെ ചേർത്തില്ല. പക്ഷേ കുരുമുളക് പൊടി കുറച്ച് നമുക്ക് വിതറി കൊടുക്കാം. ആ തേങ്ങാപ്പാലിലേക്ക് ഈ കുരുമുളക് പൊടിയും കൂടി ചെല്ലുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ആദ്യം ഞാൻ വാഴയില കൊണ്ട് മൂടി, അതിൻ്റെ മുകളിലൊരു മൂടിയും കൂടെ വെച്ച് ഇത് മൂടി വെക്കുവാണ്. ആദ്യം കുറച്ച് നേരം വലിയ തീയിലും പിന്നെ ആ തീ വളരെ ചെറുതായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ നമുക്കിത് വെക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് ചട്ടി ഇളക്കി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ മീൻ ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമാണ്. അത് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് വേണ്ടത്രയും കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി അത് തിളച്ചുകൊണ്ടിരിക്കും, കുറച്ചും കൂടി കുറുകും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു, വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവിയിട്ട് നമുക്കിത് നിർത്താം. അങ്ങനെ എൻ്റേതായ രീതിയിലൊരു സിമ്പിൾ ഫിഷ് നിർവാണ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.